നമസ്കാരം, ഐശ്വര്യയാണ്. ഇന്നലെ മുതലാണ് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ അങ്ങനെ ആരും കാണും എന്നുള്ള 1% പോലും പ്രതീക്ഷ എനിക്കില്ല. ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു, ഓൾറെഡി നമുക്കൊരു ചാനലുണ്ട്, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനലാണ്. ഞാൻ അതിലല്ല വീഡിയോ ഇടുന്നത്. കാരണം അത് നമ്മൾ സബ് കൂടണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നൊരു ചാനലാണ്. പക്ഷേ ഞാനെന്ന വ്യക്തിക്ക് ഇഷ്ടം, എൻ്റേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനും കാര്യം ഞാൻ കുറച്ച് ദൈവത്തിനോടുള്ള ഭക്തി കൂടുതലുള്ള ആളാണ്. നോർമലി എൻ്റെ ഫാമിലിയിലുള്ള മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ചിട്ട് ഒരുപാടെന്നല്ല, എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സക്സസ്സും പ്രാർത്ഥനയിൽ കൂടി മാത്രം നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ എല്ലാവരിൽ നിന്നും അക്കാര്യത്തിൽ വ്യത്യസ്തയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണം, അതെല്ലാവരിലും എത്തിക്കണം. ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ നന്മ അല്ലെങ്കിൽ ആ നല്ലത് മറ്റുള്ളവർക്കും കൂടി ലഭിക്കണം. ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്, എൻ്റെ മെത്തേഡ്സ്, റൂൾസ്, എന്നെ അതിനുപദേശിച്ച് തരുന്ന ഗുരുക്കന്മാരെനിക്കുണ്ട്. അവർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ തോന്നിയതുപോലുള്ള പ്രാർത്ഥനകളോ പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് അതിൽ പ്രാവീണ്യമുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ്. ഇപ്പോഴും ഇതേ സമയം എനിക്ക് തോന്നുന്നു മേ ബി ഒരു 10-11 മണി കഴിഞ്ഞു. ഇന്നലെയും ആ സമയത്താണ് ഞാനൊന്ന് ഫ്രീ ആകുന്നത്, ആ ഒരു സമയത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള സമയം. ഇന്ന് പകൽ മൊത്തം ബിസി ആയിരുന്നു. ഇന്ന് തൈപ്പൂയം ആയിരുന്നല്ലോ, അമ്പലത്തിൽ പോക്ക്. പിന്നെ എനിക്ക് വെയിലുണ്ടായിരുന്നില്ല. അപ്പോൾ വെയിൽ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് വെയിലിന് അഭിഷേകമൊക്കെ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പകൽ നേരത്തെ വീഡിയോ എടുത്തിടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇന്നലെ ഇരുന്നത്. അതൊന്നും പറ്റിയില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയിട്ടുള്ള നന്മകൾ, എൻ്റെ ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ള നന്മകൾ ഞാൻ വഴി ഒരാളിലെങ്കിലും എത്തുക. അതാണ് എൻ്റെ ഈ ചാനൽ വെച്ച് ഉള്ള ഉദ്ദേശം. ഒരിക്കലും ഒരാളും അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നുമല്ല. ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായാൽ മാത്രം അവർ ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പം ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടത് വെറും 6 പേരാണ്. അതിൽ ഒരാൾ ഞാൻ തന്നെയായിരിക്കും. കാര്യം എൻ്റെ മറ്റേ ചാനലിൽ നിന്ന് ഞാൻ കണ്ടു. ബാക്കി 5 പേരാണ്. ആ 5 പേരെ ഞാൻ 5 ലക്ഷം പേരായിട്ട് കാണുന്നു. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആർക്കും വലുതായിട്ട് ഒന്നും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു 5 പേരുണ്ടാവുമല്ലോ. ഒരിക്കലും അതെൻ്റെ ഫാമിലിയോ അല്ല എൻ്റെ റിലേറ്റീവ്സോ ഒന്നുമല്ല. കാര്യം എൻ്റെ ഈ ചാനൽ ആർക്കും അറിയില്ല, എൻ്റെ ഫാമിലിക്കും ഒന്നും ആർക്കും അറിയില്ല. എൻ്റെ മറ്റേ ചാനലും എൻ്റെ അങ്ങനെ ആരോടും ഞാനത് എൻ്റെ ചാനലോ ഒരു സ്റ്റാറ്റസ് ഇടുവോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ഫാമിലിയിലൊന്നും അറിയില്ല. അങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ആരോടും ഒന്നിനും കമ്പൽ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അങ്ങേയറ്റം ഒരു ഭക്തയാണ്. അഭിമാനപൂർവ്വം പറയുന്നു. എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വലിയ ആഗ്രഹം, അതായത് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു വീട് വേണമെന്നോ അല്ലെങ്കിൽ മക്കളുടെ വിവാഹം, മക്കളുടെ ജോലി, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ടല്ലോ. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നോ, അഹസ് വഴിപാട് ഗുരുവായൂരപ്പന് നിങ്ങൾ നേരുക. ഇപ്പോൾ എൻ്റെ മകൻ അല്ലെ മകൾക്ക് ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നും പൈസ എടുത്ത് ഞാൻ ഗുരുവായൂരപ്പന് ഒരു അഹസ് നടത്താം. ഗുരുവായൂരപ്പന് നമ്മളുടെ പൈസയോ ഒന്നും വേണ്ടിയിട്ടല്ല. നമ്മൾ നമ്മുടെ പേരൻസിനെ കാണാൻ ചെല്ലുമ്പം അവർക്ക് എന്തെങ്കിലും കൊണ്ട് ചെല്ലില്ലേ, അവർക്കൊരു പക്ഷേ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ അത് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം. അതേപോലെ തന്നെയാണ് നമ്മുടെ ഭഗവാനും. അപ്പോൾ അഹസ് വഴിപാട് ഒരു ദിവസത്തെ പൂജ മൊത്തം അതിൽ പെടും. അപ്പോൾ നിങ്ങൾ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് ജോലി കിട്ടി ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് അങ്ങനെ ചെയ്തേക്കാം എന്ന് പറയും. ഇപ്പോൾ നമുക്ക് വീടിനാണെങ്കിൽ എൻ്റെ വീട് കയറി താമസം കഴിഞ്ഞിട്ട് ആ മാസം തന്നെ ഞങ്ങളിങ്ങനെ ചെയ്തേക്കാം
എന്ന് നമ്മുടെ മനസ്സിലൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ എത്ര വലിയ ആവശ്യങ്ങൾ ആണെങ്കിലും നടക്കും. പിന്നെ നിങ്ങളെന്നും കിടക്കുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും, ഇത്ര തവണയെന്നൊന്നും ഇല്ലെന്നേ, ദൈവത്തിന് കണക്കും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങളൊന്ന് ചൊല്ലുക. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് ഇപ്പം 6ാമത്തെ വർഷമാകാൻ പോവാണ്. എൻ്റെ അമ്മ മരിക്കുന്നതിന് ഒരു 2 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു ഫിനാൻഷ്യലി കുറച്ച് സാമ്പത്തികം കിട്ടാറുണ്ട്. അത് കിട്ടില്ല, നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ച കാര്യമാണ്. എല്ലാവരും വിട്ട കേസാണ്. നമ്മൾ കേസും വഴക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ പോയതാണ്. അപ്പോൾ അത് കിട്ടില്ല എന്ന് എഴുതി തള്ളിയ കാര്യമാണ്. ഞാൻ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എഴുതി വെച്ചു, ഭഗവാനെ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ്, അതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ നീ അനുവദിക്കല്ലേ എൻ്റെ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞിട്ട് കുറേ 5-6 കാര്യങ്ങളിൽ ഒന്നാണത്. ഫ്യൂ ഡേയ്സ് അത് സാധിച്ചു. അത് പോട്ടെ, ആ കാര്യം വിട്. നമ്മുടെ ഒരു പ്രോപ്പർട്ടി, നമ്മൾ ഒരുപാടൊന്നും ഇല്ലാത്ത സാധാരണക്കാരാണ്. നമ്മുടെ ഒരു പ്രോപ്പർട്ടി, നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് നമ്മളൊരു ചേർന്നൊരു ബിസിനസ് നടത്തിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് വാഹനം വാങ്ങിക്കുന്നതിന് നമ്മൾ ജാമ്യം നിന്ന് കരമടച്ച രസീത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ കരമടച്ച രസീതൊന്നും കൊടുക്കുമ്പോൾ നമുക്കറിയില്ല, അവർ അടച്ചില്ലെങ്കിൽ നമ്മുടെ ജപ്തി ആയിപ്പോവും, അതിനൊന്നുള്ള അറിവില്ല, അന്നേരം അറിയില്ല അതൊന്നും. അങ്ങനെ കൊടുത്തു. കുറേ നാളുകൾക്ക് ശേഷം ആ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിച്ചിട്ട് അതിനകത്തൊരു ചെറിയ വീട് ഉണ്ട്, നമ്മൾ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്കൊരു വീടും സ്ഥലവും വാങ്ങിക്കണം, നല്ല വീടും സ്ഥലവും വാങ്ങിക്കണം എന്നൊരു ചിന്ത വന്നപ്പോൾ അതിൻ്റെ സാമ്പത്തിക ആവശ്യത്തിലേക്ക് നല്ലൊരു പാർട്ടികൾ വന്നു. എൻ്റെ വീട് കായംകുളമാണ്. അപ്പം നല്ലൊരു പാർട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് കൊടുക്കാനെല്ലാം തീരുമാനിച്ചു. ആൾക്കാർ വന്ന് കണ്ടു, പോയി. നമ്മൾ ഇതിൻ്റെ എഴുതുന്നതിന് വേണ്ടിയിട്ട് വില്ലേജിലോ അങ്ങനെ എഴുതുന്നിടത്ത് ചെന്ന് പ്രമാണം എന്തോ കാര്യങ്ങൾ എന്തോ ചെയ്തപ്പോൾ അറിയുന്നു അത് ബാങ്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ആ പ്രോപ്പർട്ടി. ഞങ്ങൾ ലോണൊന്നും എടുത്തിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് വരെ ചെയ്തിട്ടില്ല. ഞങ്ങളാകെ ഭയങ്കര ഇതായിപ്പോയി. വേറൊന്നും ഇല്ല നമ്മുടെ കയ്യിലപ്പം. ഓടിപ്പിടിച്ച് ഞങ്ങൾ അന്വേഷിക്കുമ്പം ബാങ്ക് ഇങ്ങനെ കുറ്റി അടിച്ചിട്ടിരിക്കുകയാണ്, തകർന്നു പോയി. അപ്പം നമ്മൾ ഈ പാർട്ട്ണർഷിപ്പൊക്കെ വേണ്ടാന്ന് വിട്ട് വർഷങ്ങളായി. അപ്പം ഇവരെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. നമ്മുടെ പാർട്ട്ണറായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മയാണ്. അപ്പോൾ ഈ അമ്മ ഭാര്യയാണ്, അമ്മയെ കാണുന്നില്ല, അമ്മ അകത്താണ്, ഭാര്യയാണ്. അവരുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, നമ്മുടെ കിടക്കടാണ്, നിങ്ങളെങ്ങനെയെങ്കിലും ആ പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ഇത് പോവും. അവർ ഗ്രില്ല് ഉണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ, അതുപോലും തുറക്കില്ല, മൈൻഡ് ചെയ്യില്ല. ആ തിണ്ണയ്ക്കിരുന്ന് കരഞ്ഞു. ദിവസങ്ങളിൽ ചെല്ലും, കാല് പിടിക്കും, കരയും, അവർ മൈൻഡ് പോലും ചെയ്യില്ല, അതുപോലും തുറക്കില്ല. ആ തിണ്ണയ്ക്ക് ഞാൻ കുറേ ഇരിക്കും. അപ്പം ഞാനൊരു ദിവസം അവരോട് പറഞ്ഞ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ്, ഇത് നഷ്ടപ്പെടാൻ ഒരിക്കലും എൻ്റെ ഗുരുവായൂരപ്പൻ അനുവദിക്കില്ല. ഒന്നുമില്ല, ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിൽ വരില്ല, ഞാൻ എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിക്കും, എൻ്റെ ഭഗവാൻ വഴി തുറന്നു തരും എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അധികം മാസമൊന്നും ആയില്ല. അതിനിപ്പുറം ഞാനിതിപ്പോൾ എൻ്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ സമയത്ത് എനിക്ക് ഫോൺ വരുന്നു, ഐശ്വര്യ അത്യാവശ്യമായിട്ട് മുത്തൂറ്റ് ബാങ്കിലോട്ട് വരണം, ഇന്ന ആളാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ വിളിച്ച ഫോൺ പോലും എടുക്കാത്ത ആളാണ്, പുള്ളി നാടേ വിട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ ഇവരായതുകൊണ്ട് നമുക്ക് എന്തിനാണെന്നൊന്നും അറിയില്ല. എന്നിട്ട് ഓടിപ്പിടിച്ച് ചെല്ലുമ്പോൾ എന്താ അനുഭവം എന്നറിയോ, അവിടുത്തെ അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് എന്തോ വന്നു. ഇടുക്കിയായി നടന്ന അമ്മയാണ്. അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു. അമ്മ സംസാരിക്കാൻ വയ്യാതായിപ്പോയി, ഒരു പാരലൈസ്ഡ് ആയിപ്പോയി. അമ്മ ഈ കിടന്നപ്പോൾ മുതൽ എന്തൊക്കെയോ കൈവച്ച് കാണിക്കുന്നുണ്ട്. ആ അമ്മ സംസാരിക്കാൻ പറ്റും. 3ാമത്തെ ദിവസം അവർക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റിയപ്പോൾ അവരാദ്യം എൻ്റെ പേര് പറഞ്ഞു, ഐശ്വര്യ എന്ന് പറഞ്ഞു. അവസാനം അവർ എഴുതി കാണിച്ചു. പിന്നെ പകുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ കൂടി ഒരു വിധത്തിൽ ആ മകനോട് പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് ഇത് മാറണമെങ്കിൽ ഐശ്വര്യയുടെ പ്രോപ്പർട്ടി ഐശ്വര്യയ്ക്ക് തിരിച്ച് കിട്ടണം, അത് ചെയ്യണം. ആ അമ്മ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം തന്നെ ആ മകൻ
ബന്ധുക്കാരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ആ ബാധ്യത തീർത്തു. എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു കിട്ടി. ഇതിൽ അമ്മയ്ക്കൊന്നും പറ്റിയില്ല, അമ്മയുടെ വയ്യാഴികയൊക്കെ മാറി. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ കരം അതേത് വിധത്തിലാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് കിട്ടി. അതുപോലെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ക്യാഷ് കിട്ടാനുണ്ടായിരുന്നത്. അങ്ങനെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ഗുരുവായൂരപ്പനാണ്. എന്നെക്കൊണ്ട് ഒന്നിനും പ്രാപ്തിയും കഴിവുള്ള ഒരാളെന്നല്ല, ഞാൻ സാധാരണ ഫാമിലിയിലുള്ള ഒരാളാണ്. അത്ഭുതങ്ങളുടെ വഴികൾ ഒരുക്കിയിട്ട് എന്നെ എങ്ങനെയാണ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ കഴിഞ്ഞ ഡിസംബറിലൊക്കെ ഉണ്ടായ അനുഭവം ഒരാളോടും പറയാൻ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പെർ ഡേ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളുണ്ട്. ഞാൻ അത്രത്തോളം മനസ്സറിഞ്ഞിട്ട് എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ഒരിക്കലും എല്ലാ മാസവും ഭഗവാനെ കാണാൻ പോകുന്ന ആളാണ് ഞാൻ. അപ്പം ഒരിക്കൽ പോലും അവിടെ ചെന്നിട്ട് ഒരാവശ്യങ്ങൾ ഞാൻ കാണുമ്പോൾ ഞാൻ മറന്നു പോകും. എനിക്ക് ജീവനാണ്. എനിക്ക് ഗുരുവായൂരപ്പനോട് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതാവാം. പിണങ്ങും, ഞാൻ വഴക്കിടും, പരാതികൾ പറയും. അദൃശ്യമായിട്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വഴി ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പനെ അറിയണമെന്നും നിങ്ങൾ ഞാൻ ഫോളോ ചെയ്തതുപോലെ ചെയ്യണം എന്നും ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഞാൻ ഓരോ ദിവസവും ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട്. ഇന്ന് ചൊല്ലുന്നതായിരിക്കില്ല നാളെ. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ എൻ്റെ ഓരോരോ വീഡിയോയിൽ നിങ്ങളോട് പറയാം. ഒരനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞ ഡിസംബറിൽ മാസം തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ നിൽക്കുകയാണ്. അപ്പോൾ പോയപ്പം മുതലേ എനിക്കൊരു ഗുരുവായൂരിലെ ഒരു വിഗ്രഹം കൊണ്ടുവരണം. ഒരു ഇഷ്ടം പോലെ എൻ്റെ പൂജാമുറി മൊത്തം അതാ, എന്നാലും വേണമെന്ന് ആഗ്രഹം, കൊതിയാണ് എനിക്ക്. അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം തൊഴുതിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ലേലം വിളിക്കുന്നു. ആ ലേലത്തിലൊരു നല്ല പോറ്റ് ഉണ്ണിക്കണ്ണനെ എടുത്തു വെച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്കത് കിട്ടുന്നില്ലല്ലോ. കാര്യം ഭക്ഷണം കഴിക്കാനുള്ള ക്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ലേലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ക്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ കണ്ണ ആ കണ്ണനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പഴയ സ്നേഹമൊന്നും ഭഗവാൻ എന്നോടില്ല. സ്നേഹം ഉണ്ടായിരുന്ന എൻ്റെ കൂടെ വരത്തില്ലായിരുന്നു. ഇത്രയും പറഞ്ഞു. എൻ്റെ കൂടെയുള്ളവരെല്ലാം കേട്ടു. കയറി ഭക്ഷണം കഴിച്ചു, കൈയൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞ് തിരിച്ചു കിഴക്കേ നടയിൽ വന്നപ്പോൾ ഈ ഭഗവാനെ ലേലത്തിനടുത്ത് ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുക. മണിക്കൂറുകൾ കഴിഞ്ഞു. ഞാൻ എൻ്റെ ദൈവമേ ഓട്ടി ഇടിച്ച് തള്ളി, ആണുങ്ങൾ നിറഞ്ഞു നിൽക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഇടിച്ച് തള്ളി മുന്നിൽ ചെന്നിട്ട് ഒരു ചേട്ടനോട്, ചേട്ടാ അത് എനിക്കൊന്ന് ലേലം വിളിക്കുമോ? 5 പൈസ കയ്യിലില്ല, ക്യാഷായിട്ട് വേണം അവിടെ കൊടുക്കാൻ. കാര്യമുള്ള പൈസയൊക്കെ അമ്പലത്തിലൊക്കെ ഇട്ട് ഒന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ 2200-300 രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചു. കാരണം പോറ്റിക്കാണ്. എൻ്റെ പൂജാമുറിയിലുണ്ട് സുന്ദരൻ. എനിക്കറിയില്ല, കുറേ ഒരാൾ നിന്ന് അങ്ങനെ ലേലം വിളിക്കുക. 1000 വന്ന 1000 ഇങ്ങനെ വിളിക്കുക. ഞാൻ വിളിക്കത്തേക്കും ഇയാൾ വിളിച്ചു പോയി. ഒരുപാട് പൈസയൊന്നും ഇല്ല അപ്പം എൻ്റെ അക്കൗണ്ടിൽ. അപ്പം ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. കുറേ സാധനങ്ങളിങ്ങനെ എല്ലാം കഴിഞ്ഞു. അവസാനം എൻ്റെ കണ്ണ മാത്രമേ ഉള്ളൂ. അവസാനം ഈ 1200 ആണോ 1300 ലേലം വിളിച്ചു, ഉറപ്പിച്ചു. എനിക്ക് എൻ്റെ കണ്ണനെ കിട്ടി. അപ്പം പൈസ കൊടുക്കണം. എൻ്റെ കയ്യിൽ കാശില്ല. ഞാൻ ATM കാർഡ് കൊണ്ട് ഓടുക. ATM എവിടെയാണെന്ന് എനിക്കറിയില്ല. അവൻ ഓടുമ്പോൾ എനിക്ക് ഒരു അസുഖമുണ്ട്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഓടി ATM ചെല്ലുമ്പോൾ ഞാൻ കിതച്ച് വീഴാറായി. അവിടെ നീ പൈസ എടുത്ത് ഓടി ഞാൻ വരുമ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാം എപ്പോഴാളെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എൻ്റെ കണ്ണനെ ഇങ്ങനെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു. അവിടെ നിന്ന് കുറേ ആൾക്കാർ എന്നെയും എൻ്റെ കണ്ണിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് കണ്ണനെ നിലത്ത് വെക്കാതെ താമസിക്കുന്നിടത്ത് റൂമിൽ ചെന്ന് അവിടെ മാത്രം വെച്ചു. രാവിലത്തെ ട്രെയിന് പോകും. അപ്പോഴും ട്രെയിനിൽ നിന്ന് അവിടുന്ന് ഇവിടം വരെ ഞാൻ എൻ്റെ കണ്ണനെ മടിയിൽ വെച്ചിരിക്കുകയാണ്, മാറ്റി വെച്ചിട്ടില്ല. ഇവിടെ വന്ന് 24 മണിക്കൂറിനകം അറിഞ്ഞു എൻ്റെ നട്ടലിനൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. എമർജൻസി ഒരു MRI എടുത്തപ്പോൾ എൻ്റെ കണ്ണനെ ആരതി ഒഴിഞ്ഞാണ് കയറ്റിയിട്ട് എനിക്ക് അന്ന് പൂമാലയൊക്കെ വഴിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ കണ്ണനെ പൂജിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ഹോസ്പിറ്റലായി അമൃതയിൽ എൻ്റെ നട്ടലിന് അണുബാധയായിട്ട്.
ഇതെങ്ങനെ ഉണ്ടായതാണ് എന്നൊന്നും അറിയില്ല. ഓപ്പറേഷൻ വരെ വേണം, ചിരണ്ടി എടുക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ കിടന്ന് കരയുണ്ട്. കണ്ണാ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമൃതയിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എനിക്ക് ഇഞ്ചക്ഷൻ തന്നു. എന്നിട്ട് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അണുബാധ കുറയുന്നുണ്ട്. അപ്പം ഇപ്പോഴും അണുബാധ എന്താണെന്ന്, രോഗം എന്താ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് എനിക്ക് വേണ്ടി വന്നു, ഒരുപാട് പൈസയൊക്കെ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു? എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ പണ്ടൊക്കെ എന്നോട് സ്നേഹം ഉണ്ട്, ഇപ്പം എന്നോട് സ്നേഹം കുറവാണ്. ഇഷ്ടമുണ്ടായിരുന്നു എൻ്റെ കൂടെ വന്നേനെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ വന്നു. എൻ്റെ വയ്യാഴിക അന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കണ്ണനെക്കുറിച്ച് പറയാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് അമൃതയിലെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ്, എന്നോട് പറഞ്ഞതാണ്. ഈ വളരെ ചെറിയ പ്രായത്തിൽ ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ. അപ്പോൾ അവിടുന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ വന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ചു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? പൈസയാണോ? സ്വർണ്ണമാണോ? വീടാണോ? വാഹനമാണോ? നല്ല ദാമ്പത്യ ജീവിതമാണോ? നല്ല മക്കളെയാണോ? എന്താ വേണ്ടേ? അറിഞ്ഞ് വിളിച്ചു, മനസ്സറിഞ്ഞ് നിങ്ങൾ വിളിച്ചു. നിങ്ങളുടെ കൂടെ വരും, നിങ്ങളിരിക്കുന്നിടത്ത് കൊണ്ട് തരും. നിങ്ങൾക്ക് ആരും വേണ്ട, ഒന്നും വേണ്ട. ഈ ലോകം മൊത്തം നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, എന്തും പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിളിപ്പുറത്ത്, നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കെല്ലാ നന്മകളും തന്നു നമ്മുടെ ഉണ്ണിക്കണ്ണൻ വരും. എൻ്റെ ഈ വീഡിയോ കണ്ട ഇന്നലത്തെ 6 പേരിൽ നിന്നും ആ 6 പേര് ഉറപ്പായും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒരാൾ കൂടുതൽ കണ്ടാലും മഹാപുണ്യം. ഇത് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്യുന്ന, എനിക്ക് തന്ന നന്മകൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയുന്നത്? ആര് പറഞ്ഞറിയും? എൻ്റെ കണ്ണൻ ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് നന്മകൾ. പെർ ഡേ, അടുത്ത ദിവസം ഡെയിലി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഈ കാര്യം എൻ്റെ ഈ പ്രായത്തിനുള്ളിൽ ചെയ്തതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റില്ലെന്നേ, അത്രയ്ക്കുണ്ട്. നിങ്ങളും പ്രാർത്ഥനയോടുകൂടി ഗുരുവായൂരപ്പനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ എന്താവശ്യം വേണമെങ്കിലും പറഞ്ഞു നടക്കും കേട്ടോ, ഉറപ്പായിട്ട് നടക്കും. വിശ്വാസത്തോടു കൂടി നിങ്ങൾ, സംശയമില്ലാതെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഗുരുവായൂരപ്പനെ വിളിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലവുമായി കണക്റ്റഡായിട്ട് എന്താവശ്യത്തിനും എനിക്ക് മെസ്സേജ് ചെയ്യാം. അടുത്ത ദിവസം ഗുരുവായൂർ പോകുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ കളഭമോ പായസമോ എന്താ ഉണ്ണിക്കണ്ണൻ്റെ വേണമെന്ന് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഭഗവാൻ മയമാണ്. അപ്പം എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. അപ്പം ഈ വൈകുണ്ഠത്തിൽ നിന്നുള്ള ഈ ചെറിയ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളിലെത്തിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കാണുക, ഒരു മോശമായ രീതിയിൽ കാണരുത്, നല്ല രീതിയിൽ നിങ്ങൾ കാണുക. ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ ഉൾക്കൊള്ളുക. ഒത്തിരി സന്തോഷത്തോടെ. നമസ്തേ.